നമസ്കാരം. 5-8 വർഷം കൂടുമ്പോൾ ഷോറൂമുകൾ പുതുക്കി പണിയുന്നത് ജ്വല്ലറിക്കാരുടെ ഒരു ശൈലിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ജ്വല്ലറി അടഞ്ഞു കിടക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏതാണ്ട് 1 മാസം അടുക്കാറായി ജ്വല്ലറി അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ആദ്യം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ വല്ല പുതുക്കി പണിയലായിരിക്കും എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ആണ് എനിക്കത് അറിയാൻ സാധിച്ചത് ജ്വല്ലറി നിർത്തി എന്നാണ്. 1972 കാലഘട്ടം തുടങ്ങി ഏതാണ്ട് 2025 വരെ പ്രവർത്തിച്ചിരുന്ന നഗരഹൃദയത്തിൽ പ്രധാന ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന പ്രശസ്തമായ ഒരു ജ്വല്ലറിയുടെ വിവരങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന ആലപ്പാട് ജ്വല്ലറിയാണ് ഈ കഥയിലെ നായകൻ. ഏതാണ്ട് 53 വർഷത്തെ പാരമ്പര്യത്തിന് ശേഷമാണ് അവർ ഈ സംരംഭത്തിൽ നിന്നും പിന്മാറുന്നു എന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. എനിക്ക് ഈ വിവരം കിട്ടിയത് അവിടെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമായിരുന്ന ഒരു ചങ്ങാതി മോനെയാണ് എനിക്ക് ഈ വിവരം ലഭിച്ചത്. ആലപ്പാട് ജ്വല്ലറി കോട്ടയത്ത് പ്രവർത്തനം തുടങ്ങിയതിൻ്റെ പിന്നിലെ കഥ വലിയൊരു സംഭവമാണ്. അത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ അറിയിക്കാം. തൽക്കാലം അതിൻ്റെ ചെറിയ ഒരു സംരംഭം അല്ലെങ്കിൽ കഥ ഇവിടെ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജ്വല്ലറി പ്രവർത്തിക്കുന്നതിന് മുന്നേ ഇവർക്ക് ബീവറേജ് ഔട്ട്ലെറ്റ് ആയിരുന്നു ആലപ്പാട്ടുകാർക്ക് ആ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ആ കെട്ടിടത്തിൽ ബീവറേജ് പണ്ട് കാലങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലായിരുന്നു ഈ മദ്യവ്യാപാരം. ഏതാണ്ട് 1990 വരെയാണെന്ന് എൻ്റെ ഓർമ്മ. 90-ന് ശേഷമാണ് ഗവൺമെൻറ് നേരിട്ട് ബീവറേജ് ഔട്ട്ലെറ്റുകൾ എടുത്ത് നടത്താൻ തുടങ്ങിയത്. അതിന് മുമ്പ് വരെ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ തന്നെ ആയിരുന്നു. ആ കാലഘട്ടത്ത് 70, 71, 72 കാലഘട്ടത്ത് 71 വരെ ഔട്ട്ലെറ്റ് ആയിരുന്നു. 72-ലോ മറ്റോ ആണ് ഇതൊരു ജ്വല്ലറി ആയിട്ട് മാറ്റുന്നത്. കോട്ടയത്ത് ജ്വല്ലറി അവരുടെ ഒരു ഷോറൂം വരാൻ അവർക്ക് അന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ്. പക്ഷേ അതൊരു വലിയൊരു കഥയാണ്, ഒരു സംഭവമാണ്. ആ സംഭവം ഞാൻ മുന്നേ പറഞ്ഞ പോലെ മറ്റൊരു എപ്പിസോഡിൽ പറയാം. എന്തായാലും ഈ ജ്വല്ലറിയെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റുകയില്ല. അവരുടെ സ്വർണത്തിലാവട്ടെ, അവരുടെ എന്താ പറയുക, കസ്റ്റമേഴ്സുമായിട്ടുള്ള ഇടപെടലിലാവട്ടെ അങ്ങേയറ്റം മാന്യമായ രീതിയാണ്. കൂടുതലിട്ടിട്ട് കുറയ്ക്കുകയോ അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുകയോ അങ്ങനെയുള്ള യാതൊരു തരികിട പരിപാടികളൊന്നുമില്ല. അവർക്ക് നേരെ പോകുന്നുള്ള ഒരു പദ്ധതിയേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് അവരുടെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ്, അതായത് ഓണർ മരണപ്പെട്ടിരുന്നു ഈ 1 വർഷത്തിൻ്റെ ഇടയിൽ. അതിൽ പിന്നെയാണെന്ന് തോന്നുന്നു ഇവർ ഈ കോട്ടയത്തെ സംരംഭം നിർത്താൻ തീരുമാനിച്ചതിൻ്റെ കാരണം അതൊക്കെ ആയിരിക്കാം. അതേപോലെ കോട്ടയത്ത് ജ്വല്ലറിയിലെ അജയന്മാരായിട്ടിരിക്കുന്ന ഒരു പ്രധാന സ്വർണ്ണ വ്യാപാരശാല വരെ ആലപ്പാട്ടിൽ നിന്നും സേവനം അനുഷ്ഠിച്ച് പോയ ശേഷം തുടങ്ങിയ സംരംഭം ആണെന്നാണ് അതിൻ്റെ പിന്നാമ്പുറത്തെ കഥകൾ പറയുന്നത്. ശരിയായിരിക്കാം. കോട്ടയത്ത് ഒട്ടുക്കെ പറയുന്ന ഒരു കഥയാണത്. ജ്വല്ലറിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജ്വല്ലറിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ ആലപ്പാട് ജ്വല്ലറി എന്ന് പറയുന്നത്. കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയാണ് അവരുടെ. പിന്നെ കോട്ടയംകാർക്കൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പാട് ജ്വല്ലറിയിൽ കൂടുതൽ തൃശ്ശൂർക്കാരാണ് സ്റ്റാഫുകളായിട്ടുള്ളതും. അവരുടെ അങ്ങേയറ്റം എളിമയായ ഒരു മാതൃകാപരമായ കസ്റ്റമറുമായിട്ട് എങ്ങനെ ഇടപഴകണം എന്നതിനെ പറ്റിയൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല സ്റ്റഡി കിട്ടിയ സ്റ്റാഫുകളാണ്. കോട്ടയം നഗരത്തിൻ്റെ പ്രധാന ഭാഗത്ത് തന്നെ ആണ് ഈ സ്വർണ്ണ വ്യാപാരശാല പ്രവർത്തിച്ചു വന്നത്. ജ്വല്ലറി പൂർണ്ണമായിട്ടും നിർത്തിയിട്ട് മറ്റെന്തെങ്കിലും സംരംഭം തുടങ്ങുകയാണോ എന്തോ മറ്റൊന്നും അറിയില്ല. ആ കെട്ടിടമാണെങ്കിൽ ഒരു ദേവാലയത്തിൻ്റെ പള്ളി ഇടവകയുടെ കെട്ടിടമാണ്. നമ്മുടെ തലമുറയിലുള്ള ആൾക്കാർ ചിന്തിക്കുന്ന പോലെ അല്ല നമ്മുടെ മക്കളുടെ യുവാക്കൾ അവർ ചിന്തിക്കുന്നത് ചിലപ്പം ഇത്രയും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് മറ്റൊരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ അത് മന്ത്ലി നമുക്ക് ഇത്ര ഇൻകം കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ദീർഘവീക്ഷണമേറിയ കണക്കും കാര്യങ്ങളായിട്ടുള്ള ഒരു യുവതലമുറയാണ് ഇപ്പോഴത്തെ തലമുറ. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഒരുപാട് ഇപ്പം തന്നെ നമുക്ക് കേരളത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ കാണാം. പണ്ട് ഒരുപാട് അജയന്മാരായിട്ടിരുന്ന വ്യാപാര രംഗത്ത് അവരുടെയൊക്കെ പിൻതലമുറക്കാർ ആ സംരംഭത്തെ തന്നെ മാറ്റി മറ്റൊരു പുതിയ സംരംഭം തുടങ്ങി അതിനേക്കാൾ ഉയർച്ചയിൽ എത്തിക്കുന്ന
പല സംഭവങ്ങളും നമുക്ക് കാണുകയും കേൾക്കുകയും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവരെന്താണ് ഇനി അടുത്ത ഇവരുടെ പ്രോജക്റ്റ് എന്ന് നമുക്കറിയാൻ പറ്റുകയില്ല. പക്ഷേ എന്തായാലും ആലപ്പാട് ജ്വല്ലറി കോട്ടയിൽ നിന്നും വിട പറയുമ്പോൾ കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസവും വേദനയുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ കോട്ടയം നഗരത്തിൽ ഒരുപാട് ജ്വല്ലറികൾ വന്നു കഴിഞ്ഞു, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ജ്വല്ലറികളൊക്കെ എത്തിക്കഴിഞ്ഞു. എന്നാലും ആലപ്പാട്ടിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്, അത് കോട്ടയംകാരുടെ ഹൃദയത്തിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. അത്തരം ഒരു വ്യാപാരശാല ഇനിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ തിരശീല വീണു എന്ന് പറയുമ്പം തൽക്കാലം കേൾക്കുമ്പം ചെറിയൊരു മനോവിഷമം ഉണ്ടാകും. തന്നെയുമല്ല, പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും പുതുപുത്തൻ ഡിസൈനുകളുമായി പൂർവാവിയ ശക്തിയോടെ തിരിച്ചു വരാനുള്ള ഒരു ഇടക്കാല തടയമാണോ അല്ലെങ്കിൽ അടച്ചു വെച്ചിരിക്കുന്നതാണോ എന്നും നമുക്കറിയാൻ ഒക്കുകയില്ല. നിലവിൽ ഷട്ടറിട്ട് കട അടച്ച് തന്നെയാണ് കിടക്കുന്നത്. എന്തായാലും മുമ്പേ പറഞ്ഞ പോലെ പൂർവാവിയ ശക്തിയോടെ പുതിയ രൂപത്തിൽ പുതുപുത്തൻ ഡിസൈനുകളുമായി മടങ്ങി എത്തട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിനോടനുബന്ധിച്ച് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ ദീപം FIS ചാനൽ ലഭിക്കുന്നതായിരിക്കും. ഈ ചാനലിലെ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ മാന്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.